ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനും സഹായിക്കുന്ന ഏറ്റവും മികച്ച പഴമാണ് പേരയ്ക്ക. ഇപ്പോൾ നമ്മൾ പേരയ്ക്ക വെച്ചിട്ടാണ് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ധാരാളം നാരുകളും വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 2 പേരയ്ക്കയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പേരയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പേരയ്ക്ക കിട്ടുമ്പോൾ വെറുതെ കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാതെ സുരക്ഷിതമായി കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. ഇനി നമ്മുടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം പുതിനയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ ഒരു നീര് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു പേരയ്ക്ക ജ്യൂസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം കൂട്ടാനായിട്ട് സഹായിക്കും. ഒരുപാടങ്ങ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പേരയ്ക്ക നന്നായിട്ട് പഴുത്തതാണെങ്കിൽ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കല്ല, ആദ്യമേ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണം ആദ്യം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ പേരയ്ക്കയുടെ ഉള്ളിൽ ചെറിയ കുരുവൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര അരച്ചാലും നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല, തരിതരിയായിട്ട് കിടക്കും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. വെള്ളം കുറച്ച് ചേർത്ത് അരച്ചതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയത്. നമ്മൾ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കാണാൻ പറ്റും ഇപ്പോൾ തന്നെ എത്രത്തോളം അരി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും, അതത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഞാനിതൊന്ന് അരിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ അരിക്കാതെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാക്കാതെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, ഒത്തിരി അങ്ങ് വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ജ്യൂസിന് ഒരല്പം മധുരവും എരിവും പുളിപ്പും എല്ലാം കൂടി ചേർന്ന് കേട്ടോ. അങ്ങനെ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചിയാ സീഡ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അതില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് മുൻപ് തന്നെ ഞാനിതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഈ ചിയാ സീഡ് ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം, അപ്പോഴേക്കും അത് നന്നായിട്ട് വീർത്ത് വരും. അങ്ങനെ നമ്മൾ ചിയാ സീഡൊക്കെ ചേർത്ത് കൊടുത്തു, നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റും കേട്ടോ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി കുടിക്കാനായിട്ട്. ഈ ഒരു ജ്യൂസ് വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കത്തില്ല. കാര്യം ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പേരയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നില്ല. പുളിയും എരിവും മധുരവും ഒക്കെ ചേർന്നതുകൊണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല കേട്ടോ. പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ജ്യൂസ് 2 ഗ്ലാസ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരയ്ക്ക വെച്ചിട്ട് 2 ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. ഇത് വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്, വെറൈറ്റിയാണ്, ഒരുപാട് ഗുണവുമുള്ളതാണ് ഈ ഒരു ജ്യൂസ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.